വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷിയാമിയും ഫാനിയുവാനും ആ ക്രൂയിസിൽ വെച്ച് കണ്ടിരുന്നു. ആ രംഗം ഓർത്തെടുക്കുകയാണ് ഷിയാമി. ക്രൂയിസിൽ അങ്ങനെ ഒരു കുട്ടിയുമായി സമയം ചിലവഴിച്ചത് അവൾ ഓർക്കുന്നു. എന്നാൽ അവന് ഞാൻ അങ്ങനെ ഒരു ക്ലിപ്പും നൽകിയിട്ടില്ല. അവൻ്റെ പേര് ലൂസിയാങ് എന്നുമായിരുന്നല്ലോ എന്നവൾ ചിന്തിക്കുന്നുണ്ട്. താൻ ഒരുപാട് ഡ്രാമാസ് കണ്ടിട്ടുള്ളതാ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് അവൾ ഫാനിയുവാനോട് പറയുന്നു. വെക്കേഷൻ ആവട്ടെ, ആൽബം ഞാൻ പ്രൂഫായിട്ട് കൊണ്ടുവരാം എന്ന് അവൻ അവളോട് മറുപടി പറയുന്നു. ഞാൻ പറഞ്ഞത് നുണയാണോ എന്ന് അപ്പോഴറിയാം എന്നും അവൻ പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്നവൾ. പിന്നീട് അവർ ഒന്നിച്ച് ബുക്ക് എടുക്കാൻ പോകുമ്പോൾ റിയോസിയും അവർക്കൊപ്പം കൂടി. അപ്പോഴും രണ്ടും കൂടെ പൊരിഞ്ഞ അടി. ഫാനിയാൻ പറഞ്ഞതുകൊണ്ട് മാത്രം രണ്ടും നിർത്തി. ശേഷം ക്ലാസ്സിൽ സാർ എല്ലാവരോടും മാത്സ് ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നു. ഷിയാമി അവളുടെ ബുക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പോഴുണ്ടോ റോസിയും അവൻ്റെ കൂട്ടുകാരി ഹാനും. ശേഷം ഹാനും ഫാനിയാനും കൂടെ ബുക്സ് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ ഹാനിന് ഫാനിയാനോട് ക്രഷ് ഉണ്ട് കേട്ടോ. പിന്നീട് നീ ബുക്ക് വെച്ചില്ലേ എന്ന് ഫാനിയാൻ വന്ന് ഷിയാമിയോട് ചോദിക്കുമ്പോൾ ഞാനൊക്കെ വെച്ചെന്ന് അവൾ പറയുന്നു. പക്ഷേ ബാഗിൽ നോക്കിയപ്പോൾ ബുക്ക് അതിലുണ്ട്. ഷെടാ, ഇതെന്ത് മറിമായം! ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തതാണല്ലോ എന്നവൾ വിചാരിച്ചു. ആരോ തനിക്കിട്ട് പണിതാണെന്ന് ഉറപ്പിക്കുന്നു. യുവാൻ ബുക്ക് എടുത്തുകൊണ്ട് പോകുന്നു. അവൾ നോക്കുമ്പോൾ റോസിയും ഹാനും അവളെയും നോക്കിക്കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അവരാണോ ഇതിൻ്റെ പിന്നിലെന്ന് അവൾക്ക് സംശയമുണ്ട്. അതിനിടയ്ക്ക് ഷിയാമിയുടെ കൂട്ടുകാരി വരുന്നു. ആരോ നിന്നെ കളിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ തെളിവ് ഇല്ലാത്തതിനാൽ അടങ്ങിയിരിക്കുന്നു. ശേഷം ക്ലാസ്സിൽ യുവാൻ എല്ലാവരോടും അവർക്ക് ഇഷ്ടപ്പെട്ട മൂവി ഒരു പേപ്പറിൽ എഴുതാൻ പറയുന്നു. ഓരോരുത്തരും എഴുതി മേശയിൽ കൊണ്ടുവയ്ക്കുന്നു. ഷിയാമി എഴുതുന്നതിനിടയ്ക്ക് റോസി വന്നത് കോപ്പി അടിക്കാനാണെന്ന് കരുതി അവനെ ഓടിക്കുന്നു അവൾ. ഏറ്റവും ഒടുവിലാണ് അവൾ പേപ്പർ യുവാന് കൈമാറിയത്. ശേഷം ക്ലാസ്സിൽ എല്ലാവരും ബഹളമുണ്ടാക്കുന്നു. പേപ്പർ ചുരുട്ടി എറിയുന്നു. ഷിയാമിയുടെ കൂട്ടുകാരിയും ജുന്നിയും അടുത്തടുത്ത സീറ്റുകളിലാണ് ഇരിക്കുന്നത്. അവന് കിട്ടേണ്ട പേപ്പർ ബോൾ അവൾക്ക് കിട്ടുന്നു. തുടർന്നുള്ള അടി. ആകെ മൊത്തം ബഹളമയം തന്നെ. ബുക്സ് എല്ലാവർക്കും കൊടുക്കുന്നതിനിടയിൽ ഷിയാമി അവരെ ശാസിക്കുന്നു. പിന്നീട് ഒരു സംശയം തീർക്കാൻ ഷിയാമി റിയോത്തറിൻ്റെ അടുത്തെത്തുമ്പോൾ പുറത്തെ ജനലിനരികിൽ ഹാനും റോസിയും സ്വകാര്യം പറയുന്നത് കണ്ട അവൾ അത് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് കരുതി അവർ പറയുന്നത് കേൾക്കാനെന്ന വേണം ജനലിനരികിലേക്ക് നീങ്ങി നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഷിയാമിയും റോസിയും തമ്മിലടി. അടികൂടി ഒടുക്കം ഇവർ തമ്മിൽ ലബ്ബാകുമോ എന്തോ. അതിനുശേഷം ക്ലാസ്സിൽ വിൽക്കാനുള്ള ഭക്ഷണം വാങ്ങാൻ മറ്റുള്ളവരെയൊക്കെ തള്ളി മാറ്റി തൻ്റെ ലക്ഷ്യം നിർവഹിച്ച മട്ടിൽ വരുന്ന ജുനി സൈക്കിളിൽ വരുന്ന റോസിയോട് ലിഫ്റ്റ് ചോദിക്കുന്നു. ശേഷം ഇരുവരും ക്ലാസ്സിലേക്ക്. പക്ഷേ അവരാകട്ടെ ഗ്രൗണ്ടിൽ താമസിച്ചെത്തിയതിന് ടീച്ചർ അവരെ വഴക്ക് പറയുന്നു. മറ്റു കുട്ടികളൊക്കെ തന്നെ അവിടെ നേരത്തെ എത്തിയിരുന്നു. ടീച്ചർ എല്ലാവരോടും പണിഷ്മെൻ്റായി ഒരു റൗണ്ട് കൂടെ ഓടാൻ പറഞ്ഞതും തെറ്റ് ചെയ്യാതെ ശിക്ഷ കിട്ടിയ ഷിയാമിക്ക് റോസിയോട് ദേഷ്യം തോന്നി. എല്ലാവരും ഓടുന്നതിനിടയിൽ റിയോത്തറിന് വയ്യാതെയാക്കുന്നു. അപ്പോൾ ഷിയാമി അവൾക്കൊപ്പം നിൽക്കുമ്പോൾ ടീച്ചർ ചീത്ത പറയുന്നത് കേട്ട് റോസി ഓടിപ്പോയി ഷിയാമിയെ പിന്നിൽ നിന്നും ഉന്തിക്കൊണ്ട് മുന്നിലേക്ക് ഓടുന്നു. യുവാനും ഇതേ പ്രവൃത്തി തന്നെ റിയോത്തറിൻ്റെ കാര്യത്തിൽ പിന്തുടർന്നു. ഷിയാമി അതിന് അവനോട് നന്ദി പറഞ്ഞെങ്കിലും അവൻ അവളെ കളിയാക്കുന്നു. ക്ലാസ്സിലെത്തിയവരെല്ലാം ജുനിയയുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങുന്നു. വില കൂടുതൽ വാങ്ങിയാണ് അവനെല്ലാം വിറ്റിരുന്നത്. ബാക്കി വന്ന സ്പൈസി ഹോട്ട്പോട്ട് ഷിയാമി വാങ്ങുന്നതിനിടയിൽ ഇങ്ങനെ പൈസ കൂട്ടി വിൽക്കുന്നത് തെറ്റാണെന്ന് ഷിയാമിയുടെ കൂട്ടുകാരി അവനോട് പറഞ്ഞു. ഇക്കാര്യം അറിഞ്ഞ ക്ലാസ് മോണിറ്ററായ യുവാൻ അവനോട് പൈസ തിരികെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞത് അവൻ അത്ര പിടിച്ചില്ല. ഈ സമയം ഷിയാമി ആകട്ടെ ഹോട്ട്പോട്ട് കഴിച്ചിരിക്കുകയാണ്. അവൻ ആ പൈസ അവൾക്ക് തിരികെ നൽകി. ബാക്കിയുള്ളവർക്ക് പൈസ പിന്നീട് നൽകാമെന്നും അറിയിച്ചു. ക്ലാസ് നടക്കുന്നതിനിടയിലും ഷിയാമി കഴിച്ചുകൊണ്ടിരുന്നു. ക്ലാസ് മോണിറ്റർ അത് അവളുടെ കയ്യിൽ നിന്നും എടുത്തു മാറ്റിയതിൽ അവൾ വിഷമിച്ചു. എല്ലാവരും അവളെ കളിയാക്കി ചിരിച്ചു. രക്ഷകനായി എത്തിയ റോസിയോട് അവൾക്ക് ദേഷ്യം തോന്നി. ഷിയാമി തന്നോട് പിണങ്ങിയെന്ന് യുവാന് തോന്നിയെങ്കിലും അവൾക്ക് അവനോട് പിണക്കമൊന്നും ഉണ്ടായിരുന്നില്ല. റോസിക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിൽ നിന്നും തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. മാത്സ് തനിക്കൊരു വലിയ കുഴപ്പം പിടിച്ച വിഷയമാണെന്ന് അവൾ കൂട്ടുകാരിയോടും ഫാനിയാനോടും പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് റോസി കയറി വരുന്നു. അവളെ കളിയാക്കുന്നു. ശേഷം അവർ തമ്മിലൊരടി. അത് നിർബന്ധം തന്നെ. ഭക്ഷണം കഴിക്കാൻ പോയി തിരികെ എത്തുന്ന ഷിയാമിയുടെ ഡെസ്കിൽ ആരോ ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നു. അവളുടെ കൂട്ടുകാരി അത് ചോദ്യം ചെയ്യുന്നുമുണ്ട്. മോണിറ്റർ ഇതിനിടയ്ക്ക് കയറി വരുന്നു. അപ്പോൾ ഷിയാമി വേസ്റ്റ് എല്ലാം ഒരു കവറിലാക്കി ഈയുടെ ഡെസ്കിൽ കൊണ്ടുവച്ച് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. മാത്സ് വിഷയത്തിലുണ്ടായ ദേഷ്യമാകാം ഇതിന് പിന്നിലെന്ന് തോന്നുന്നു. അവൾക്ക് റോസിയെയും സംശയമുണ്ട്. ശേഷം ക്ലാസ്സിൽ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കാനുള്ള ലോട്ടെടുക്കുന്നു. അതിനിടയ്ക്ക് ഷിയാമി ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള നോട്ടീസ് വായിക്കുന്നു. ക്ലീനിങ് സമയത്ത് ബോർഡിംഗ് പാർട്ടി എന്ന ഗ്രൂപ്പ് ഷിയാമിയും കൂട്ടരും ചേർന്ന് രൂപീകരിക്കുന്നു. ഉച്ചയ്ക്കുണ്ടായ പ്രശ്നത്തിൻ്റെ ബാക്കി പത്രമാണിത്. അവൾക്കെതിരെ ആരാണ് പ്രവർത്തിച്ചതെന്നതിൻ്റെ എവിഡൻസ് കണ്ടുപിടിക്കാൻ
സഹായിക്കാമെന്നും എഴുതിയൊരു പേപ്പർ ബോൾ റുവോസി അവൾക്ക് നേർ എറിഞ്ഞെങ്കിലും അവളത് തുറന്നു നോക്കിയില്ല. ഹാൻ റുവോസിയെയും കൂട്ടി ഓടുന്നു. റൂമിൽ പോകാമെന്ന് പറഞ്ഞു വന്ന റുവോത്തറിനെ കൂട്ടി ഷിയാമിയും അവർക്ക് പിന്നാലെ. ഫാൻ യുവാൻ ആ പേപ്പർ ബോൾ കാണുന്ന സീനിൽ ആ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നു. എന്തായിരിക്കും ഷിയാമിയുടെ മനസ്സിലെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ.